അപ്പം ഇന്ന് നമ്മൾ വേറൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് ഇന്നലെയാണോ മിനിഞ്ഞാന്നാണോ നമ്മളൊരു ക്രിസ്മസ് സാൻറ്റയുടെ ഒരു ക്ലിപ്പ് ചെയ്തിരുന്നു. പക്ഷേ അതിൻ്റെ കളർ കറക്റ്റില്ലാത്ത കാരണം ഫ്ലോപ്പായി പോയി. പക്ഷേ ഇത് ഞാൻ വിട്ടുകൊടുക്കില്ല. ഇന്ന് നമ്മളിത് നേരത്തെ കണ്ട ഒരു ചെടി പേരിൻ്റെ ക്ലിപ്പാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോണത്. ഇതേപോലെ 3 കളർ എടുത്തിട്ടും എന്നായി പറഞ്ഞാവില്ല. അതിന് കുറച്ച് പണികളുണ്ട്. നമ്മുടെ പാറ്റേണൊക്കെ എഴുതി ഞാൻ സെറ്റായിട്ടുണ്ട്. പിന്നെ എൻ്റെ മുടി ആരും ശ്രദ്ധിക്കേണ്ട, കുളി കഴിഞ്ഞാൽ ചുരുണ്ട മുടിയുള്ളവരുടെ എല്ലാവരുടെയും അവസ്ഥ തന്നെയായിരിക്കും. ഇത് നോക്കണത് കൺഫ്യൂഷനായി. ടെഡി ബിയറിൻ്റെ ഫേസിന് റെഡ് വെക്കുന്നു, ബ്ലൂ വെക്കുന്നു, റെഡ് വെച്ച് ബ്ലൂ വെക്കണോ, ബ്ലൂ വെച്ച് റെഡ് വെക്കുന്നു, മൂക്ക് ഇത് വെക്കും. അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഇടയിൽ ഞാൻ റെഡ് തന്നെ സെലക്ട് ചെയ്തു. കാരണം എനിക്ക് റെഡ് കളറാണ് ഇഷ്ടം. അങ്ങനെ ഞാൻ റെഡ് എടുത്തിട്ട് നമ്മൾ പണികൾ ഓരോന്നായിട്ട് തുടങ്ങാൻ പോവുകയാണ്. സെൻറ്ററിൽ ബുക്ക് വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് എൻ്റെ കണ്ണ് ബുക്കിലേക്കൊന്നും പോകും, കാരണം നമ്മുടെ പാറ്റേൺ തെറ്റാൻ പാടില്ലല്ലോ. ആ പാറ്റേൺ തെറ്റി പിന്നെ ടെഡി ബിയർ ആയിരിക്കില്ല, അത് വേറെ എന്തെങ്കിലും ആയിരിക്കും. അങ്ങനെ നമ്മൾ തുന്നിച്ചേർത്ത് ഏകദേശം 1 രൂപയ്ക്ക് ആക്കി എടുക്കുന്നുണ്ട്. ഈ മാർക്കർ കറക്റ്റ് യൂസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ചെയ്ത പണികളൊക്കെ വെള്ളത്തിലും. കാരണം മാർക്കർ വെച്ച പോയിൻ്റ് നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ നമ്മൾ ചെയ്തത് ആദ്യം മുതൽ വീണ്ടും അന്നേന്ന് പറഞ്ഞ് തുടങ്ങണം. അങ്ങനെ നമ്മൾ നമ്മുടെ പണികൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ ഭൂതക്കണ്ണടയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, കാരണം ഇത് സൂക്ഷ്മദർശിനി സ്റ്റിച്ചുകളാണ് ഇതിൻ്റെ ഉള്ളിൽ. നമ്മൾ ഏറ്റവും ചെറുതൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വല്ല ബൈനക്കുലർ അങ്ങനെ എന്തെങ്കിലും വെക്കേണ്ടി വരും സ്റ്റിച്ച് സോൾ കാണാനായിട്ട്. ഏകദേശം റൗണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് നമുക്ക് ചെവി ഓൾറെഡി ഇതിൽ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കട്ടെ ചെയ്യണത്. അതാണ് പിന്നെ നമുക്ക് വേറെ പണി വരുന്നില്ല. ഇനി നമുക്ക് 2 ജിറാഫും ബോവും കൂടിയൊക്കെ ഉണ്ടാക്കാണ്ട്. പക്ഷേ അതൊക്കെ കുറേ ടൈം എടുക്കണ കാരണം ഞാനിങ്ങനെ മടി പിടിച്ചിരിക്കുകയാണ്. നമ്മുടെ ചെവിയൊക്കെ ഇങ്ങനെ സെറ്റാക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിന് മൂക്ക് വെച്ച് കൊടുക്കാം. ഞാൻ നേരത്തെ ചെയ്ത പോലെ ബ്ലൂ മൂക്കാണ് വെച്ച് കൊടുക്കുന്നത്. കാരണം വൈറ്റ് മൂക്ക് എൻ്റെ ഇല്ല, വൈറ്റ് ആണ് എൻ്റെ ഇല്ല. അപ്പോൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ ഞാൻ ഇത് വെച്ചത് ഒരു മൂക്കുണ്ടാക്കി. ഇനി മൂക്ക് നമ്മളിത് ടെഡി ബിയറിൻ്റെ ഫേസിലേക്ക് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കട്ടെ ചെയ്യണത്. സംഭവം ഈ ബോ എൻ്റെ ഇൻസ്റ്റാ പേജിൽ ഇപ്പോൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ആവശ്യമുള്ളൊരു ഇൻസ്റ്റാ ത്രൂ അല്ലെങ്കിൽ ഇതിൽ മെസ്സേജ് അയച്ച് ഓർഡർ ചെയ്താലും മതി. ഇതുണ്ടാക്കണത് എങ്ങനെയെന്ന് കാണിച്ച് തന്നാൽ പിന്നെ നിങ്ങൾക്കത് വീട്ടിലുണ്ടാക്കാലും. ഞാൻ ചെയ്യത്തില്ല, അങ്ങനെയൊന്നുമില്ല. പാറ്റേൺ ആവശ്യമുള്ളവർ പറയാൻ മതി, ഞാൻ അതിൻ്റെ വീഡിയോ വേറെ സെപ്പറേറ്റ് ഇടാം. അങ്ങനെ നമ്മൾ മൂക്ക് തുന്നിച്ചേർത്ത് ഇത് കുഞ്ഞ് സൂചിയാണെങ്കിൽ എളുപ്പമായിട്ട് പോകും. പക്ഷെ ഞാനത് മാറ്റാനുള്ള മടിക്ക് ഞാൻ ആ വലിയ സൂചി വെച്ച് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ മൂക്ക് ഫിറ്റ് ചെയ്ത ശേഷം ഇനി നമുക്ക് കണ്ണും ചുണ്ടും ഇതൊക്കെ ഫിറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്ലാക്കാണ് കേട്ടോ എടുത്തുക്കണത്. മുന്നേ കെട്ടി വെച്ച സൂചിയിൽ നൂല് കട്ട് ചെയ്തത് ഇങ്ങനെ സെറ്റാക്കി വെച്ചു. ഇനി നമുക്കിത് ഇങ്ങനെ തലയിൽ വെച്ച് ആയിഷ് കേട്ടില്ല, ഞാനല്ല സ്ലൈഡ് ബോനൊന്നുകൂടി സുന്ദരിയാക്കാൻ വേണ്ടിയിട്ട് വീട്ടിലൊരു അതിനും ഒരു സ്ലൈഡ് വെച്ച് കൊടുത്തു. നമുക്ക് മാത്രം സ്ലൈഡ് പോരല്ലോ, അതിനും സ്ലൈഡ് വേണ്ടേ. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്, ഭംഗിയായില്ലേ? ഇനി കുറച്ച് ഇൻസ്റ്റയിൽ വീഡിയോ എടുക്കാൻ വേണ്ടി ഷോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഫിൽറ്ററൊക്കെ ഇട്ടിട്ട് തലയിൽ ബോ വയ്ക്കണ ഒരു വീഡിയോ കൂടി ഉണ്ട് കേട്ടോ. കണ്ട ബാഗ് ഞാനത് പശ വെച്ച് ഒട്ടിച്ച് കൊടുത്ത് കണ്ട. കാരണം ഇത് ജസ്റ്റ് ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ ഒരു ഉറപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ബാക്കിലൊന്ന് കെട്ടി കൊടുക്കുകയും ചെയ്യും. ഇതിങ്ങനെ വെച്ച് ഇതങ്ങനെ അങ്ങോട്ട് ക്ലിപ്പ് ചെയ്ത് കൊടുത്താൽ ശുദ്ധരിയായി. I hope you like my video. Ta-da!